മകളെ, ജെറുസലേം പ്രയർ ലൈനിൽ നിന്ന് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ മാലയിലെ ഒരു കണ്ണിയാണ് ഇപ്പോൾ വചനം ശ്രവിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നീയും ഞാനും നമ്മളും എല്ലാവരും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഒരുപക്ഷെ നിങ്ങളെ പലരും കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, കളിയാക്കുന്നവരുണ്ടാകാം, വിമർശിക്കുന്നവരുമുണ്ടാകാം, തരം താഴ്ത്തി കെട്ടുന്നവരും ഉണ്ടായേക്കാം. അപ്രകാരമുള്ളൊരു കുടുംബമായിരിക്കാം നീ, അപ്രകാരമുള്ള ഒരു യുവാവ് യുവതിയായിരിക്കാം നീ. എന്നാൽ അപ്രകാരം വേദനിക്കുന്നവരോട് ഈശോ എന്താണ് പറയുന്നത്? വചനം എന്താണ് പറയുന്നത്? ഇതാ കേൾക്കുക. സങ്കീർത്തനം 14:6. നിങ്ങൾ ദരിദ്രന്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പാവപ്പെട്ടവരുടെ കൂടെയും പരിഗണിക്കാത്തവരുടെ കൂടെയുമാണെന്ന് നമുക്കറിയാം. ഭാരം വഹിക്കുന്നവരുടെ കൂടെ, അധ്വാനിക്കുന്നവരുടെ കൂടെയാണ്. ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ അവരുടെ ഇല്ലായ്മകളിൽ തല ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെയും നമ്മൾ തള്ളിക്കളയരുത്, മാറ്റി നിർത്തരുത്. നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ വളർത്തേണ്ടവരും ഉയർത്തേണ്ടവരുമാണ് എന്ന കാര്യം മറക്കരുത്. ഉപകാരമുള്ളവനെ മാത്രം ചേർത്ത് പിടിച്ചാൽ പോരാ, ഉപകാരം ഇല്ലാത്തവനെയും വിട്ടുകളയുന്നതും ശരിയല്ല. കഴിവില്ല, നിറമില്ല, സമ്പത്തില്ല, ആൾബലമില്ല എന്നതിൻ്റെ പേരിൽ ആരെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ അവൻ്റെ കൂടെയാണ്. പരാജയപ്പെട്ടവർ, നഷ്ടങ്ങൾ സഹിക്കാൻ പറ്റാതെ ഇനി എന്തു ചെയ്യണമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ, മാറി മാറി രോഗങ്ങൾ വന്നതിൻ്റെ പേരിൽ ഒന്ന് തല ഉയർത്തി നടക്കാൻ പറ്റാത്തവര്, വേദനകൾക്കുമേൽ വേദന വന്ന് ശരീരം മുഴുവൻ ക്ഷീണിച്ചവര്, ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ സകല വഴികളും അടയ്ക്കുമ്പോൾ, സഹായിക്കാനായിട്ട് ആരുമില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ വരും. നിരാശപ്പെടാതെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. വിപരീത സാഹചര്യങ്ങളെ തള്ളിക്കളഞ്ഞ് ആത്മശക്തിയോടെ ദൈവത്തിൽ ശരണം വയ്ക്കുക. നിന്റെ പ്രതീക്ഷകൾ വ്യർത്ഥമാകുകയില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഈ വചനം ഷെയർ ചെയ്യുന്ന സർവ്വ കുടുംബങ്ങളോടും വ്യക്തികളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.